ഈ പടം ഞാൻ കാണാനായിട്ട് കുറച്ച് വൈകിപ്പോയി. നമ്മുടെ ഗൗരി കിഷന്റെ പ്രസ് മീറ്റ് വിവാദമൊക്കെ ഉണ്ടായത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷനിൽ വെച്ചായിരുന്നു. അതേഴ്സ് അബിൻ ഹരിഹരൻ രചനയും സംവിധാനവും നിർവഹിച്ച ആദിത്യ മാധവൻ, അഞ്ജു കുര്യൻ, മൂർ, ഗൗരി കിഷൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു രാത്രി നടക്കുന്ന ഒരു വാൻ അപകടം. വാൻ പൊട്ടിത്തെറിച്ച് കത്തി നശിക്കുന്നു. അതിലുണ്ടായിരുന്ന 3 സ്ത്രീകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഡ്രൈവറെ കാണാതാകുന്നു. അപ്പൊ ഇതിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് എത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധവ് കണ്ടെത്തുന്ന ഞെട്ടിപ്പിക്കുന്ന ചില നിഗൂഢതകളാണ് ഈ സിനിമ പറയുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത വൺ ടൈം വാച്ച് ത്രില്ലർ സിനിമയാണ് അതേഴ്സ്. പടത്തിന്റെ തുടക്കം തന്നെ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്തുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു സിനിമയ്ക്കുള്ളതെന്ന് പറയാം. ഈ പ്ലോട്ട് നൽകുന്ന ആ ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മൾ പടം ഇങ്ങനെ കണ്ടു തീർക്കുന്നത്. എന്താണ് ആ മിസ്റ്ററി എന്നറിയാനുള്ള ഒരു കൗതുകം കൊണ്ട്. സോ ഇതിന്റെ മിസ്റ്ററിയും നല്ലതായിരുന്നു. സിനിമയുടെ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് പടം കൊണ്ട് തീർക്കുന്നത്. ആൻഡ് ഇതൊരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് സിനിമ സംസാരിക്കുന്നതെന്ന് പറയാം. സോ ഇതിന്റെ ഒരു കഥ, അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ നല്ലതായിരുന്നു. ജെൻഡർ സ്പെക്ട്രത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെ പടം ഇൻഫോർമേറ്റീവ് ആകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. എങ്കിലും അതിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട് താനും. ചെറിയ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ അനാവശ്യമായിട്ടുള്ള ഒന്നും കഥയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും തന്നെ പടം മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. പെർഫോമൻസിൽ ഇതിലെ നായകൻ മാധവായിട്ട് വന്ന ആദിത്യ, ഡോക്ടറായിട്ട് വന്ന ഗൗരി കിഷൻ എന്നിവർ ഓക്കെ ആക്ടിംഗ് ആയിരുന്നു. മുനീഷ് കാന്തിന്റെ കോമഡിയൊക്കെ പടത്തിൽ അരോചകമായിട്ട് എനിക്ക് തോന്നി. കള, ഇന്ദ്ര തുടങ്ങിയ സിനിമകളിലൊക്കെ ഉള്ള മൂറ് പടത്തിലുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ കൺവിൻസ് ആക്കുന്നതിൽ കുറച്ച് കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. കൂട്ടത്തിൽ അഞ്ജു കുര്യനും മാല പാർവതിയും കൊള്ളാം. ശ്യാം, ഹരീഷ് പേരടി, ജഗൻ, ശരവണ സുബൈർ, വിനോദ് സാഗർ തുടങ്ങിയവരും പടത്തിലുണ്ട്. ഈ പടത്തിൽ പകുതിയോളം പേര് മലയാളികളാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നി ഈ പടത്തിലെ കാസ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി ജനശ്രദ്ധയും നേടിയേനെ എന്ന്. ടെക്നിക്കൽ സൈഡിൽ ഒരു ലോ ബഡ്ജറ്റ് സിനിമയുടെ ലക്ഷണങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമറ എഡിറ്റിംഗ് ഒക്കെ എടുത്തു പറയത്തക്കതായിട്ടൊന്നും തോന്നിയില്ല. ജിബ്രാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാമായിരുന്നു. പെർഫോമൻസും പടത്തിന്റെ ടെക്നിക്കൽ സൈഡും ഒക്കെ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീൽ ആണ് തോന്നിയത്. ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വില്ലൻ ക്യാരക്ടറിന്റെ കാസ്റ്റിംഗും പെർഫോമൻസും എനിക്ക് എത്ര നന്നായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ഈ പടത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പാട്ട്, കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നുന്ന ലവ് ട്രാക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതും ഒരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ പടം മൊത്തം കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ കാരണമൊക്കെ ആലോചിച്ചാൽ ഇവിടെ ആരും സൈക്കോകളായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ സൈക്കോകളാക്കുന്നത് എന്ന ഒരു ക്ലീഷേ ലൈനിലായി പോയി എന്ന് പറയാം. പിന്നെ ഒരു മെയിൻ കാര്യം പറയാൻ പോയാൽ സ്പോയിലർ ആകും, പക്ഷെ പറയാതെ വയ്യ. ഇതിൽ ഏറ്റവും ലാസ്റ്റ് പടം തീരുന്ന ആ ഒരു പോയിന്റില് ഒരു തുണി ഇട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതായത് അതാണ് ആ ക്യാരക്ടറിന്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒരു ക്യാരക്ടറിന് ജസ്റ്റ് ആ ഒരു ശരീരബോധം വന്നിട്ട് അയാൾ അങ്ങനെ വീക്ക് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ബോഡി ബിൽഡേഴ്സും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണിത്. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംവിധായകൻ, പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ രചയിതാവ്, കുറച്ചുകൂടി ഒന്ന് റിസർച്ച് ചെയ്യേണ്ടതായിരുന്നു, കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ ഈ പറഞ്ഞ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ബേസിക് പ്ലോട്ട് നല്ലതായതുകൊണ്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതേഴ്സ്. കാലിക പ്രസക്തമായിട്ടുള്ള കഥയായിരുന്നുവെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി, മേക്കിങ്ങിലും അതുപോലെ ആക്ടിങ്ങിലും ഒക്കെ. സോ ഒരു ആവറേജ് ത്രില്ലർ എന്ന് മൊത്തത്തിൽ പറയാം. പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. 2 മണിക്കൂർ 11 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. തമിഴിനൊപ്പം ഹിന്ദി, മറാഠി ഒക്കെ, തെലുഗോ, കന്നഡ ഒക്കെ ഉണ്ട്. പക്ഷെ മലയാളം ഡബിംഗ് ഇല്ല. ചെറിയ കുറച്ച് വയലൻസ്, പിന്നെ ഇതിന്റെ ഒരു പ്രമേയം ഒക്കെ കൊണ്ട് ഒരു 16+ ആണ് ഈ സിനിമ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.